सदा लाडले हमको गले लगा लो। तुम ही बंधु हो, तुम ही सखा हो, तुम ही पिता हो, तुम ही हो माँ। परम पिता शिव परमात्मा, परम पिता शिव परमात्मा, परम पिता शिव परमात्मा। ओम शांति। शिव बाबा का याद है। മുരളി ഡേറ്റാണ് 15/1/2025. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം. मीठे बच्चे तुम्हारे मुख से कभी भी हे ईश्वर हे बाबा शब्द नहीं निकलना चाहिए. ये तो ഭക്തി മാർഗ की പ്രാക്ടീസ് है. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ നാവിൽ നിന്നും ഒരിക്കലും ഹേ ഈശ്വര, ഹേ ബാബ എന്നുള്ള ശബ്ദങ്ങൾ ഒരിക്കലും വരരുത്. ഹേ ഈശ്വര, ഹേ ബാബ എന്ന് നമ്മൾ വിളിക്കില്ലേ, വളരെ ദയനീയമായിട്ട് നമ്മൾ വിളിക്കില്ല ദുഃഖം വരുമ്പോൾ. അപ്പോൾ ബാബ പറയണ അങ്ങനെയുള്ള ശബ്ദങ്ങൾ പറയരുത്. കാരണം അതൊക്കെ ഭക്തിമാർഗശീലങ്ങളാണ്. അതൊക്കെ ഭക്തിമാർഗശീലങ്ങളാണ്. ചോദ്യം, तुम बच्चे सफ़ेद ड्रेस पसंद क्यों करते हो? ये किस बात का प्रतीक है? നിങ്ങൾ കുട്ടികൾ എന്തുകൊണ്ടാണ് ശുഭ്രവസ്ത്രം ഇഷ്ടപ്പെടുന്നത്, അല്ലേ? വെള്ളവസ്ത്രം ഇഷ്ടപ്പെടുന്നത്. വെള്ളവസ്ത്രത്തിൻ്റെ പ്രതീകം എന്ത്? വെള്ളവസ്ത്രത്തിൻ്റെ പ്രതീകം എന്ത്? അറിയോ എന്തിനാണ് വൈറ്റ് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നതെന്ന്? ബാബ ഉത്തരം നൽകുകയാണ്. അബി തും ഇസ് പുരാനി ദുനിയ സെ ജീത്തെ ജി മർ ചുക്കേ ഹോ, इसलिए तुम्हें सफ़ेद ड्रेस पसंद है. ये सफ़ेद ड्रेस मौत को सिद्ध करता है. അപ്പോൾ ബാബ പറയുന്ന, നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ ജീവിച്ചിരിക്കെ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളവസ്ത്രം ഇഷ്ടമായത്. നമ്മൾ ഈ ഭൂമിയിലുണ്ട്, എന്നാലും മരിച്ച് ജീവിക്കുകയാണ്. എന്നുവെച്ചാൽ അർത്ഥം എവിടെ നിന്നാണ് മരിച്ചത്? ദേഹം എന്ന ബോധത്തിൽ നിന്ന് മരിച്ച് ആത്മ എന്ന സത്യബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശൂദ്ര സംസ്കാരത്തിൽ നിന്ന് മരിച്ച് നമ്മൾ ബ്രാഹ്മണ സംസ്കാരത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളവസ്ത്രം എന്നത് മരണത്തെ ഉറപ്പിക്കുന്നതാണ്, മരണത്തിനെ തെളിയിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും മരിച്ചാൽ ഉടൻ എന്ത് ചെയ്യും? വെള്ളവസ്ത്രം പുതപ്പിക്കും. തും ബച്ചേ ബി അഭി മർജീവ ബനി ഹോ. അപ്പോൾ ബാബ പറയുന്ന വെള്ളവസ്ത്രം എന്ന് സൂചിപ്പിക്കുന്നത് ഏതിൻ്റെ പ്രതീകമാണ്? മരണത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ആരെങ്കിലും മരിച്ച ഉടൻ എന്ത് ചെയ്യും? നമ്മൾ വെള്ളവസ്ത്രം പുതപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടികളും കൂടി എന്താണ്? മരിച്ച് ജീവിക്കുകയാണ്. എവിടെ നിന്നും മരിച്ച എല്ലാ പഴയ സംസ്കാരം, പഴയ ലോകം, പഴയ എല്ലാ ബന്ധങ്ങളിൽ നിന്നും, ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മൾ മരിച്ച് ബാബ നമുക്ക് സത്യമായിരിക്കുന്ന ഒരു പുതിയ ജീവിതം, സത്യമായിരിക്കുന്ന ആ ബോധത്തോടു കൂടിയിട്ടുള്ള, അത് നമ്മുടെ ഒറിജിനൽ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യാനുള്ള ആ ഒരു സംസ്കാരത്തെ ബാബ നമുക്ക് നൽകി. അതുകൊണ്ട് നമ്മളുടെ ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതു ജീവിതമാണ്, പുതിയ ജന്മമാണ്. അപ്പോൾ ദേഹം മാറുന്നില്ല, ദേഹം അത് തന്നെയാണ്, ലോകം അത് തന്നെയാണ്, ബന്ധങ്ങൾ അത് തന്നെയാണ്, ഇവർക്കിടയിൽ ഇരുന്നു കൊണ്ട്. അതുകൊണ്ടാണ് മരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ജീത്തേജി മരണ, ജീവിച്ചിരിക്കെ മരിക്കുക എന്നുള്ളത്, അല്ലേ? ഇത് സന്തോഷത്തിൻ്റെ മരണമാണ്, അല്ലാണ്ട് ദുഃഖത്തിൻ്റെ മരണമല്ല. ഓം ശാന്തി. रूहानी बाप बैठ बच्चों को समझाते, रूहानी अक्षर ना कर, सिर्फ बाबा कहे तो भी ठीक है. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ആത്മീയ അച്ഛൻ തൻ്റെ ആത്മീയ മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബ പറഞ്ഞ ആത്മീയ അക്ഷരത്തെ നമ്മൾ ചേർക്കേണ്ടതായിട്ട് വരും.
എന്നാലും കുഴപ്പമില്ല. ബാബ പറഞ്ഞ അച്ഛൻ പറയുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആത്മീയ അച്ഛൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കേവലം ബാബ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. बाप बेट बच्चों को समझाते, सब अपने को भाई भाई तो कहते ही हैं. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അച്ഛനാണ് ബാബ അല്ലേ? കാരണം നമുക്കിടയിലുള്ള സംബന്ധം എന്താണ്? സഹോദര സഹോദര ബന്ധമാണ്. നാം എല്ലാ ആത്മാക്കൾ രൂപത്തിൽ നോക്കുമ്പോൾ നമുക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഏതാണ്? സഹോദര സംബന്ധമാണ്. तो बाप बेट समझाते हैं बच्चों को, सभी को तो नहीं समझाते होंगे. അപ്പോൾ ബാബ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങൾ കുട്ടികൾക്കാണ് മനസ്സിലാക്കി തരുന്നത്, അല്ലാണ്ട് ഓരോരുത്തർക്കും ബാബ പുറമെയുള്ളവർക്കൊന്നും ഈ ജ്ഞാനം ബാബ പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നില്ല. സബ് അപ്നെ കോ ഭായി ഭായി कहते ही हैं. गीता में लिखा हुआ है भगवान वाच. अब भगवान वाच किसके प्रति? ഇപ്പോൾ ബാബ പറഞ്ഞ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. എന്താണ്? നമ്മളെല്ലാ ആത്മാക്കളാണ്, ഒരച്ഛൻ്റെ മക്കളാണ്, നമുക്കിടയിൽ എന്താണ്? സഹോദര സംബന്ധമാണെന്നുള്ളത്. അപ്പോൾ ബാപ്പണ് ഭഗവത്ഗീതയിലും കൂടി എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാൻ വാച്ച് എന്ന്. അപ്പോൾ ഭഗവാന്റെ മഹാവാക്യം ആരുടെ പ്രതി? തീർച്ചയായിട്ടും ഭഗവാന്റെ മഹാവാക്യം ഭഗവാന്റെ സർവ്വ മക്കളോടുമായിരിക്കും. वो बाप को बाप है तो भगवान के बच्चे सब ब्रदर्स है. ബാബ ഇത് ഉറപ്പിക്കുകയാണ് ബുദ്ധിയിൽ. പരമാത്മ നമ്മുടെ അച്ഛനാണെങ്കിൽ നമ്മളെല്ലാവരും ആരായി? ബ്രദേഴ്സായി. അപ്പോൾ ബാബ ഇത് വീണ്ടും വീണ്ടും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു തരിക മാത്രമല്ല, ബാബന് ഞാൻ രാജയോഗവും കൂടി നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തുമാരി ബുദ്ധിക്ക താലാക്കൂല. ഇതുവരെ നമ്മുടെ ബുദ്ധിയുടെ പൂട്ടൊക്കെ പൂട്ടിപ്പോയിരുന്നു, ദേഹം എന്ന ബോധത്തിൽ മാത്രം. ഇപ്പോൾ ബാബ പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ടൊക്കെ തുറന്നിരിക്കുകയാണ്. दुनिया में और किसी के भी ऐसे ख्यालात नहीं चल सकते. जिन जिन को संदेश मिलता जाएगा वो स्कूल में आते जाएगा, പഠിത്തേ जाएंगे. അപ്പോൾ ബാബ പറയുന്ന ലോകത്തിലുള്ളവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരികയില്ല. പരമാത്മ നമ്മുടെ അച്ഛനാണ്, നമ്മളെല്ലാവരും ആത്മരൂപത്തിൽ മക്കളാണ്, ബ്രദേഴ്സാണ്. ഇതൊന്നും ആരും അങ്ങനെ ചിന്തിക്കുമോ? അങ്ങനെ ആരെയും ചിന്തിച്ച് നടക്കുമോ? ഇല്ല. പക്ഷേ ബാബ പറയുന്ന എപ്പോഴൊക്കെയാണോ ആർക്കൊക്കെയാണോ സന്ദേശം ലഭിക്കുന്നത് അവരൊക്കെ ഈ വിദ്യാലയത്തിൽ വരാൻ തുടങ്ങും, കാര്യങ്ങൾ അറിയാൻ തുടങ്ങും, പഠിക്കാനും തുടങ്ങും. സംജെങ്കെ പ്രദർശനി തോ ദേക്കി അബ് ജാക്കോ കുച്ച് ജ്യാദാ സുനെ അല്ലേ? നമ്മൾ പുറമെ സർവീസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ജസ്റ്റ് ഒരു ടച്ച് കൊടുത്തിട്ട് അങ്ങ് വിടും. ചിലപ്പോൾ നോട്ടീസ് കൊടുക്കാൻ, ചിലപ്പോൾ എക്സിബിഷനിൽ ചെറിയ ചെറിയ ചിത്രങ്ങൾ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് വരും. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? താല്പര്യമുള്ളവരാണെങ്കിൽ പറയും ഏതായാലും പ്രദർശനി കണ്ടു, ചിത്രങ്ങളൊക്കെ കണ്ടു, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി സെൻറ്ററിൽ പോയി കേൾക്കാമെന്ന് പറഞ്ഞു വരും. पहली पहली मुख्य बात है ज्ञान का सागर, पतित पावन गीता ज्ञान दाता शिव भगवान वाच. पहले पहले उनको पता पड़े कि इन्हों को सिखलाने वाला अथवा समझाने वाला कौन है. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ജ്ഞാനമൊക്കെ പറഞ്ഞു കൊടുക്കുക, ആത്മാപരമാത്മ പരിചയമൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ജ്ഞാനസാഗരനും പതീത പാവനും ഗീതാജ്ഞാന ദാതാവുമാരാണ് ശിവ ഭഗവാൻ തന്നെയാണ്. അവർ പറഞ്ഞു തന്നിരിക്കുന്ന ജ്ഞാനമാണ് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലാതെ നമ്മൾ സ്വയം നമ്മുടെ ജ്ഞാനം എടുത്ത് പഠിപ്പിക്കുന്നതല്ല. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടണം ഇവരെ പഠിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനാണെന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് വരണം. അവർ സുപ്രീം സോലാണെന്നും ജ്ഞാനത്തിൻ്റെ സാഗരനാണെന്നും നിരാകാരനാണ് ഭഗവാൻ എന്നുള്ള തിരിച്ചറിവ് അവർക്കെപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. വോ തോ ഹൈ ഹി സത്യ. ഇപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോഡ് ഇസ് ട്രൂത്ത് എന്നല്ലേ പറയുക. സത്യമാണ് ഭഗവാൻ. വോ സത്യ ഹി ബത്തായേക. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും കൂടി എന്തായിരിക്കും? സത്യം തന്നെ ആയിരിക്കും. ഫിർ ഉസ്മേ ഓർ കോയി പ്രശ്ന ഉഠ് നഹീ സക്താ. ബാബ പറഞ്ഞ അതിൽ മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെടേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ സംശയിക്കേണ്ട ആവശ്യമില്ല. पहले पहले तो इस पर समझाना हमको परमपिता परमात्मा ब्रह्मा द्वारा രാജ്യം സിഖലാത്തെ हैं. ആര് തന്നെ വന്നാലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതായത് പരംപിത പരമാത്മാവ് ബ്രഹ്മാവിൽ കൂടിയാണ് നമ്മൾ കുട്ടികൾക്ക് ഈ രാജയോഗം പഠിപ്പിച്ചു തരുന്നത്. ഈ രാജായി പദവി, ഈ രാജയോഗം പഠിക്കുന്നതിലൂടെ നേടുന്നത് എന്താ? രാജാധികാര പദവിയാണ്. ജിസ്കോ നിശ്ചയ ഹോ ജായേഗാ कि जो सबका बाप है वो पारलौकिक बाप बैठ समझाते हैं. അപ്പോൾ ബാബ പറഞ്ഞു തരണം അവരുടെ ഉള്ളിൽ ആ ഒരു നിശ്ചയം വരാൻ തുടങ്ങും. ഏത് കാര്യത്തിൽ?
ഇത് നിരാകാരനായിരിക്കുന്ന ഭഗവാൻ നമ്മൾ സർവ്വാത്മാക്കളുടെ അച്ഛനാണ്, പാരലൗകിക അച്ഛനാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ നിരാകാരനായിരിക്കുന്ന ഭഗവാനാണെന്നുള്ളത് അവരുടെ ഉള്ളിൽ എന്താകാൻ തുടങ്ങും, ഉറപ്പ് വരാൻ തുടങ്ങും. वही सबसे बड़ी अथॉरिटी है, तो फिर दूसरा कोई प्रश्न उठ नहीं सकता. അപ്പോൾ ആ ഒരു ഈശ്വരനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം അവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങുമ്പോൾ, ഏറ്റവും സർവശ്രേഷ്ഠനായിരിക്കുന്ന അതോറിറ്റിയാണ് ഭഗവാൻ എന്നുള്ള തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മറ്റൊരു ചോദ്യം അവരുടെ ഉള്ളിൽ വരികയില്ല. वो है पतित पावन, तो जब वो यहाँ आते तो जरूर अपने टाइम पर आते होंगे. അപ്പോൾ ഭഗവാൻ ആരാണ്? പതീത പാവനാണ്, പതീതരെ പാവനമാക്കുന്ന ഭഗവാനാണ്. പക്ഷേ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് എപ്പോഴാണ്? അവരുടേതായിരിക്കുന്ന സമയത്ത് മാത്രമേ ഭൂമിയിൽ അവതരിക്കുകയുള്ളൂ. തും ദേഖ്തേ ബി ഹോ യെ വഹി മഹാഭാരത് ലഡായി ഹെ. അപ്പോൾ ബാബ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെയാണോ കേട്ടതും വായിച്ചതും മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും അതിലേക്ക് എത്തി നിൽക്കുകയാണ്. വിനാശ് കെ ബാദ് ഫിർ വൈസ്ലെസ് ദുനിയ ഹോനി ഹെ. അപ്പോൾ മഹാഭാരത യുദ്ധം നടക്കുമ്പോഴാണ് വിനാശം സംഭവിക്കുക. അപ്പോൾ ബാപ്പണ് ഇതിന് ശേഷം വരുന്നത് എന്താണ്? നിർവികാരി ലോകം. എന്നാൽ ഇപ്പോഴോ ഇത് വികാരി ലോകമാണ്. ഈ മനുഷ്യ നഹി ജാനത്തെ കി ഭാരത് ഹി വൈസ്ലെസ് താ. ബാപ്പണ് മനുഷ്യർക്ക് അറിയില്ലല്ലോ ഇന്ന് ലോകം എന്തായിരിക്കുകയാണ്, വികാരി ലോകം ആയിരിക്കുകയാണെന്നും ഭാരതം നിർവികാരി ലോകമായിരുന്നു എന്നുള്ളത് ആർക്കും അത്ര വ്യക്തമല്ല. കുച്ച് ബി ബുദ്ധി ചലത്തി നഹി, അതിനെക്കുറിച്ച് അവരുടെ ബുദ്ധിയിൽ ഒന്നും തന്നെ ചിന്തകൾ വരാറില്ല. ഗോൾഡൻ ഏജ് കാ താല ലഗാ ഹുവ, ഗോദ്രേജ് കാ താല ലഗാ ഹുവ. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല? പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ തിരിച്ചറിയില്ല. കാരണം എന്താ? അത്രയും ശക്തമായിരിക്കുന്ന പൂട്ട്, ഗോദ്രേജ് പൂട്ടാണ് പൂട്ടിയിരിക്കുന്നത്. ഉസ്കി ചാബി ഏക് ബാപ് കെ പാസി ഹെ, ഇസ്ലിയെ ഉൻകോ ഹി ജ്ഞാനദാത്ത ദിവ്യ ചക്ഷുവിദാത്ത കഹാ ജാത്ത. പൂട്ടിപ്പോയ ഈ കണ്ണുകളെ തുറക്കാൻ വേണ്ടിയിട്ട് ബാപ്പണ് ആ താക്കോലുള്ളത് എവിടെയാണ്? അത് ബാബയുടെ കൈവശം തന്നെയാണ്. കാരണം ബാബ തന്നെയാണ് ജ്ഞാനദാതാവും ദിവ്യദൃഷ്ടിദാതാവും കൂടി. ആരാണ്? ബാബ തന്നെ അല്ലേ. ഈ കണ്ണുകൾ കൊണ്ട് നമുക്കൊരിക്കലും ബാബയെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ബാബ ദിവ്യ ബുദ്ധിയുടെ പൂട്ട് തുറക്കുകയാണ്. എപ്പോഴും ഈ സംഗമയുഗ സമയത്ത് ജ്ഞാൻ കാ തീസ്ര നേത്രദേത്ത. അതുകൊണ്ട് നമുക്ക് ബാബ എന്ത് നൽകി? ജ്ഞാനത്തിൻ്റെ മൂന്നാം കണ്ണ് നൽകി. ഈ കിസ്കോ പത്താ നഹി കി തുംകോ പഠാനെ വാലാ കോൻ. പക്ഷെ ലോകം അറിയില്ല നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണ്. ദാദാ സമജ് ലേത്തേ ഹെ തബ് ടീക്ക കർത്തേ ഹെ അല്ലേ. അവരുടെ ധാരണ എന്താണ്? ഇവിടെ കാണുമ്പോൾ ബ്രഹ്മബാബയുടെ ഫോട്ടോ അല്ലേ കാണുക. അപ്പം എല്ലാവരും വിചാരിക്കുക ഇവരാണ് നിങ്ങളുടെ ഗുരു, ഇവരാണ് നിങ്ങളുടെ ഭഗവാൻ. അതുകൊണ്ടാണ് പലരും പല വിധത്തിലും കളിയാക്കലും നിന്ദനങ്ങളൊക്കെ ഉണ്ടാകും. കുച്ച് നാ കുച്ച് ബോൾത്തേ ഇസ്ലേ പെഹലെ ബാത് യെ സംജാവോ. അവർക്ക് എന്തൊക്കെ തോന്നുന്നു അവർ പറയാൻ തുടങ്ങും. കാരണം വ്യക്തി ആരാധന എന്നോ ഇങ്ങനെയൊക്കെ അവർ പറയും. അപ്പം അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് മറ്റുള്ളവർക്ക് ആരുടെ പരിചയം കൊടുക്കേണ്ടത്? ബാബയുടെ പരിചയം കൊടുക്കണം. इसमें लिखा हुआ भी है शिव भगवान वाच, वो तो हाई ही ट्रूथ. ബാബ പറഞ്ഞ ഓരോ ചിത്രത്തിലും, ബാബയുടെ ആദ്യത്തെ ചിത്രം ഉണ്ടല്ലോ കോഴ്സ് പിക്ചറിൽ, അതിൽ ശിവ് ഭഗവാൻ വാച്ച് എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? സത്യം തന്നെ ആയിരിക്കും. तो बाप समझते मैं पतित पावन शिव हूँ, मैं परमधाम से आया हूँ इन सालिग्रामों को पढ़ाने. അപ്പോൾ ബാബ പറയാണ് ഞാൻ പതീത പാവനായ ശിവനാണ്. ഞാൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? പരന്ധാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് സാലിഗ്രാമങ്ങളായിരിക്കുന്ന ആത്മാക്കളെ പഠിപ്പിക്കാൻ. കാരണം ബാബ തന്നെയാണല്ലോ നോളജ്ഫുൾ. സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യ രഹസ്യം മനസ്സിലാക്കിയവനും മനസ്സിലാക്കി തരുന്നതും ആരാ? അതും ബാബ തന്നെയാണ്. ഈ ശിക്ഷ ഭി തുംകോ ഹി ബേഹദ് കെ ബാബ് സെ മിൽ റഹി ഹെ. അപ്പം ഈ എല്ലാ അറിവുകളും ശിക്ഷണങ്ങളും പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും ഇപ്പോഴാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവർ തന്നെയാണല്ലോ സൃഷ്ടിയുടെ രചയിതാവ്. പതീത് സൃഷ്ടിക്കോ പാവൻ ബനാനെ വാല. സൃഷ്ടി രചയിതാവ് എന്ന് പറഞ്ഞ് പുതിയതായിട്ടുണ്ടാക്കുമല്ല. ബാപ്പൻ്റെ പഴയതായ സൃഷ്ടിയെ ബാബ ഉണ്ടാക്കി മാറ്റുന്നു, പാവനമാക്കി മാറ്റുകയാണ്. ബാബ ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ ഭക്തിമാർഗത്തിൽ എന്നെ വിളിച്ചത് എങ്ങനെയാ? ഹേ പതീത പാവന വരൂ എന്നല്ലേ. പെഹലെ ഉസ്കാഹി പരിചയദേന. അതുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഭക്തിയിൽ ആരെയാണ് നിങ്ങൾ ഹേ ഭഗവാൻ എന്ന് വിളിച്ചത്, ആ ഭഗവാന്റെ തന്നെയാണ് അവർക്ക് പരിചയം കൊടുക്കേണ്ടത്. ഇസ് പരംപിത പരമാത്മാ കെ സാത്ത് ആപ്കാ ക്യാ സംബന്ധ് ഹെ, വോ ഹൈ ഹി സത്യം. അവരോട് ചോദിക്കുക
ആ പരംപിത പരമാത്മാവുമായിട്ട് നിങ്ങൾക്ക് എന്താണ് സംബന്ധം? കാരണം പരമാത്മ സത്യമാണല്ലോ. അപ്പം അത്തരത്തിലുള്ള പരമാത്മാവിൻ്റെ യഥാർത്ഥ പരിചയം അവർക്ക് ഉണ്ടാകുന്നില്ല. കേവലം ഭഗവാൻ എന്ന് വിളിക്കും. അപ്പോൾ ഭഗവാൻ എന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകണമല്ലോ. അപ്പം അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നരസേ നാരായൺ ബന്നേക്ക് സത്യ നോളജ് ദേത്ത. അപ്പോൾ ബാബ സത്യമായതുകൊണ്ട് തന്നെ തൻ്റെ മക്കൾക്ക് നരനിൽ നിന്നും നാരായണനായി മാറാനുള്ള സത്യജ്ഞാനമാണ് ബാബ നൽകുന്നത്. बच्चे जानते बाप सत्य है, सत्य ही सच्चखंड बनाते हैं. ഇപ്പം മക്കൾക്ക് വളരെ സ്പഷ്ടതയുണ്ട്. പരമാത്മ സത്യമാണ്, അതുകൊണ്ട് ബാബ തന്നെയാണ് സത്യഖണ്ഡം സ്ഥാപിക്കുന്നവനും, എന്ന് വെച്ചാൽ സത്യയുഗം സ്ഥാപിക്കുന്നവനും. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ നരനിൽ നിന്നും നാരായണനാകാനല്ലേ. ബാരിസ്റ്റർ പാസ് ജായെങ്കിൽ തോ സംജെങ്കിൽ ഹം ബാരിസ്റ്റർ ബന്നെ ആയി. ബാബ പറഞ്ഞ ബാരിസ്റ്ററിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ ലോ കോളേജിൽ പഠിക്കുന്ന ഡോക്ടർ പഠിക്കാൻ പോകുന്നതാണ് അല്ല. ആ കുട്ടികളുടെ ബുദ്ധിയിൽ സ്പഷ്ടതയുണ്ടാകും, ഞാനിത് പഠിച്ച് ബാരിസ്റ്റർ ആകുമെന്ന്. അഭി തുംകോ നിശ്ചയ ഹെ കി ഹമേ ഭഗവാൻ പഠാത്തെ. അതേപോലെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴും ഇവിടെ വിദ്യാലയത്തിൽ വരുമ്പോഴും നമ്മുടെ ഉള്ളിലെ നിശ്ചയം ഏതാണ് ഉറപ്പായിരിക്കുന്നത്? ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. കൈ നിശ്ചയ കർത്തേ ബി ഹെ വേ സംശയ ബുദ്ധി മേ ജാത്തേ ഹെ. പക്ഷെ ബാബ പറഞ്ഞ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ നിശ്ചയം ഉണ്ടായിരിക്കണമെന്നില്ല. ബാപ്പന് പലർക്കും നിശ്ചയം ഉണ്ടാകാറുണ്ട്, അതേ സമയത്ത് ചിലപ്പോഴൊക്കെ അവർ സംശയബുദ്ധിയുള്ളവരായി മാറാറുമുണ്ട്. उनको सब मनुष्य कहते, तुमको तो कहते थे भगवान पढ़ाते हैं, फिर भगवान को छोड़ क्यों आए हो? അപ്പോൾ ബാബ പറഞ്ഞ അതുവരെ നിങ്ങൾ പക്കാ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്നുണ്ടാകും സംശയബുദ്ധിയുള്ളവരാകുമ്പോൾ ബാബ പറഞ്ഞ് തൊട്ടടുത്തുള്ള മനുഷ്യർ ചോദിക്കാൻ തുടങ്ങില്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്, എന്നിട്ട് എന്തിനാ അതൊക്കെ ഉപേക്ഷിച്ചെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചോദ്യം വരും. സംശയ ആനെ സേ ഹി ഭാഗന്തി ഹോ ജാത്തെ. അപ്പോൾ ബാപ്പയുടെ പരമാത്മാവിൽ സംശയം വരുമ്പോൾ നമുക്കെന്താകും? പിന്നെ അവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ബാപ്പണ് ഓടിപ്പോവും, ഭഗവാന് വിട്ടുപോകും. കൊയ്ന കൊയ് വികർമ്മ കരുതേത്ത. ബാപ്പണ് വിട്ടുപോകുന്നത് കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ വികർമ്മങ്ങളും ചെയ്തു പോകും. ഭഗവാൻ വാച്ച് കാം മഹാശത്രു ഹെ, ഇൻ പർ ജീത് പാനെ സേ ഹി തും ജഗത് ജീത് ബനേഗ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, കാമം മഹാശത്രുവാണ്. അപ്പം അതിന്മേൽ വിജയം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താകാൻ പറ്റുള്ളൂ? ജഗത്തിനെ ജയിക്കാൻ പറ്റുകയുള്ളൂ. ജോ പാവൻ ബനേഗ വഹി പാവൻ ദുനിയാമേ ചലേഗ. കാരണം അത്ര പോയാൽ നമ്മൾ എന്താക്കണം? ആത്മാവിനെ പാവനമാക്കണം. അപ്പോൾ ബാപ്പൺ അങ്ങനെ പാവനമായാൽ മാത്രമേ പാവന ലോകത്തേക്ക് പോകാൻ സാധിക്കൂ. യഹാ ഹൈ ഹി രാജ്യോ കി ബാത്. കാരണം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ബാബ എന്താണ്? രാജ്യോഗമാണ് അല്ലേ. അവിടെ പോയി രാജ്യം ഭരിക്കണമെങ്കിൽ ആദ്യം ഇവിടെ എന്താകണം? എനിക്ക് ഈ രാജ്യത്തെ ഭരിക്കാൻ പറ്റണ്ടേ. तुम जाकर वहाँ राजाई करेंगे, बाकी जो भी आत्माएं हैं वो अपना हिसाब किताब चुक्त कर वापस अपने घर चली जाए. അപ്പോൾ ബാബ നമുക്ക് ശിക്ഷണം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട്? സത്യത്തിൽ നിങ്ങളാണ് പോകേണ്ടത്. അപ്പോൾ ബാബ പറഞ്ഞ പഠിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്, പാവനമാകേണ്ടതും നിങ്ങൾ തന്നെയാണ്, പാസ്സാകേണ്ടതും ആരാ? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ആത്മാക്കളോ? അപ്പോൾ ബാപ്പയുടെ ബാക്കിയുള്ള ആത്മാക്കൾ എന്താകും? അവരവരുടെ കണക്കുകൾ തീർത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ബാബ പണി ഇത് കണക്കെടുപ്പിൻ്റെ സമയമാണ്. അവയെ ബുദ്ധി കേത്തി ഹെ സത്യോക്കി സ്ഥാപന ജറൂർ ഹോനി ഹെ. ഇപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ തെളിയിച്ചുണ്ട് ഏത് കാര്യത്തെക്കുറിച്ച്? സത്യുഗത്തിൻ്റെ സ്ഥാപന തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളത്. പാവൻ ദുനിയ സത്യുക്കോ കഹാ ജാത്ത, ബാക്കി സബ് മുക്തി ധാം മേ ചലേ ജായെങ്കെ. അപ്പോൾ ബാപ്പയുടെ പാവന ലോകമാണ് സത്യുഗം. ബാക്കി എല്ലാ ആത്മാക്കൾ എവിടെ പോകും? സത്യുഗത്തിൽ നിങ്ങൾ വരുമ്പോൾ, സത്യുഗത്തിലെ പോപ്പുലേഷൻ ആകെ 9 ലക്ഷം. അവിടത്തേക്ക് നിങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള ആത്മാക്കളൊക്കെ എവിടെയായിരിക്കും? മുക്തിധാമത്തിലായിരിക്കും. ഉनको फिर अपना പാർട്ട് റിപ്പീറ്റ് കർണ. പിന്നെ അവരുടെ സമയത്ത് അവരുടെ പാർട്ട് അവർ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. तुम अभी अपना पुरुषार्थ करते रहते हो पावन बन और पावन दुनिया का मालिक बनने के. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായിരിക്കുന്ന പുരുഷാർത്ഥാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ സ്വയം പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരിയാകാൻ. മാലിക് തോ സബ് അപ്നേക്കോ സംജെങ്കേന പ്രജാഭി മാലിക്. ബാപ്പന് ഗ്യാരണ്ടിയാണ് സ്വർഗത്തിൽ വരിക എന്നുള്ളത്. ഇങ്ങനെ ബാബ പറഞ്ഞു തരണം. ഇപ്പോൾ ഭാരതത്തിൽ എല്ലാവരും ഭാരതീയൻ എന്നല്ലേ വിളിക്കപ്പെടുന്നത് അല്ലേ. ഭാരതത്തിൽ പ്രധാനമന്ത്രി ആണെങ്കിലും ശരി,
ഒരു കർഷകനാണെങ്കിലും ശരി, അവർ അവകാശപ്പെടുന്നത് എന്താ? ഭാരതീയനാണ്. അതുപോലെ തന്നെ ബാബ പറഞ്ഞ ഞാൻ വാക്ക് പാലിക്കും, അതായത് നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലെ അധികാരികളാകും. അവിടെ പ്രജ ആയാലും ശരി, ആരാണെങ്കിലും ശരി, അവരവിടുത്തെ അധികാരിയായിരിക്കും. അभी प्रजा भी कितना कहती है ना हमारा भारत, बड़े थे बड़े मनुष्य सन्यासी आदि भी कहते हमारा भारत, तुम समझते हो इस समय भारत में सभी नरकवासी हैं. അപ്പോൾ ബാപ്പണ് ഇവിടെ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും ഞാൻ എൻ്റെ ഭാരതം അല്ലെങ്കിൽ ഞാൻ ഭാരതീയനെന്ന് അവകാശപ്പെടുന്നതാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ്, എന്നാൽ ഇപ്പോൾ ഈ ഭാരതം മുഴുവൻ എന്തായി മാറിയിരിക്കുകയാണ്? നരകമായി. അവിടെ വസിക്കുന്നവരൊക്കെ എന്തായി? സ്വർഗവാസിയല്ലല്ലോ, അവിടെ വസിക്കുന്നവരൊക്കെ നരകവാസികളാണ്. ഇപ്പോൾ ബാബ പറഞ്ഞു തരണം, ഞാൻ നിങ്ങളെ സ്വർഗവാസികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്തോ നരകവാസി നഹി സ്വർഗവാസി നഹി ബനേക. എന്നാലോ എല്ലാവർക്കൊന്നും സ്വർഗവാസിയാകാനും പറ്റുകയില്ല. എത്ര 850 കോടി ആത്മാക്കളില്ലേ? അപ്പം അവർക്കൊന്നും എന്താകാൻ പറ്റില്ല? സ്വർഗവാസിയാകാൻ പറ്റുകയില്ല. ബാബ പറയാണ്, ഈ അഭിജ്ഞാൻ ആയ വോ ലോഗ് ജോ സുനാത്തെ ശാസ്ത്ര സുനാത്തെ. ഇപ്പോൾ നമുക്ക് ഈ ജ്ഞാനമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ബാക്കി നമ്മൾ എന്തൊക്കെയാണോ ഇതുവരെ ജ്ഞാനമെന്ന് കേട്ടത് അതൊക്കെ ശാസ്ത്രജ്ഞാനങ്ങളായിരുന്നു, മനുഷ്യനാൽ എഴുതപ്പെട്ട അറിവുകളായിരുന്നു, അഥവാ ജ്ഞാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബ പറഞ്ഞ അവർക്കൊക്കെ ശാസ്ത്രത്തിൻ്റെ അതോറിറ്റി ഉണ്ട്. तो बाबा कहते भक्ति मार्ग के वेद शास्त्र आदि सब पढ़ने से सीढ़ी नीचे उतरते जाते. ये सब ഭക്തി മാർഗ്. അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ്, നോക്കൂ ഭക്തി മാർഗത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു അല്ലേ? പിന്നെ എന്തൊക്കെ ചെയ്തു? തീർത്ഥയാത്രകൾ ചെയ്തു, യാഗങ്ങൾ ചെയ്തു, എന്തൊക്കെയൊക്കെ ചെയ്തു. പക്ഷെ ബാബണ് അതിലൂടെ ഒക്കെ എന്താക്കി? പടികൾ ഇറങ്ങി ഇറങ്ങി തന്നെ വന്നു. അതുകൊണ്ട് ബാബണ് അതൊക്കെ ഭക്തി മാർഗമായിരുന്നു. ബാബ കേത്തി ജബ് ഭക്തി മാർഗ് പൂരാ ഹോഗ തബ് ഹി മൈ ആവുങ്ക. അപ്പോൾ ബാബ പറഞ്ഞ ഭക്തി മാർഗം അങ്ങേയറ്റം പൂർണ്ണമാകുമ്പോഴാണ് അവിടെ ആര് വരുന്നത്? ബാബ വരുന്നത്. മുझे ही आकर सब भक्तों को भक्ति का फल देना. എന്തിനാണ് ബാബ വരേണ്ടതായി വന്നത്? ബാബ പറയണ ഞാൻ തന്നെയാണ് സർവഭക്തർക്കും ഭക്തിയുടെ ഫലം നൽകേണ്ടത് അല്ലേ? ഭക്തിയുടെ ഫലം എന്താ? ജ്ഞാനമാണ്. മെജോറിറ്റി തോ ഭക്തോ കി ഹെ. ബാബ പറഞ്ഞ ഇന്നിവിടെ ഭൂരിഭാഗവും ആരാണ്? ഭക്തർ തന്നെയാണ്. സബ് പുക്കാർത്തെ രഹത്തെ ഹേ ന ഹേ ഗോഡ് ഫാദർ. അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിക്കുന്നത് എന്താ? ഹേ ഭഗവാനെ, ഹേ ഈശ്വര എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. ഭക്തോ കെ മുഖ സേ ഓ ഗോഡ് ഫാദർ ഹേ ഭഗവാൻ ജറൂർ നിക്കലേക. അവർക്ക് അറിയില്ലല്ലോ ഭഗവാൻ ആരാ, ഭഗവാനിൽ നിന്ന് എന്താണ് കിട്ടാന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എന്ത് വിളിക്കും? ഒച്ചത്ത് വിളിക്കും, ഹേ ഭഗവാനേ ഈശ്വര എന്നൊക്കെ വിളിക്കുക. നിങ്ങൾക്ക് പറ്റിപ്പോയില്ല, യോ ഭഗവാനേ എന്നൊക്കെ വിളിക്കും അല്ലേ? അപ്പോൾ ബാബ പറയണ അവിടെ ആ ഒരു റിലേഷൻഷിപ്പില്ല. പരമാത്മാ ഭഗവാനാണ് എന്ന് പറഞ്ഞാലും ബാബ പറയണ ഭഗവാനായിട്ട് അവർക്ക് എന്താ ബന്ധം എന്നുള്ളത് അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഉറപ്പുമില്ല എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാന്നുള്ളത്. ഇപ്പോഴോ? അന്ന് ഉറപ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ ആ ഭഗവാൻ ആരായിരുന്നു? 63 ജന്മങ്ങൾ നമ്മൾ ഭഗവാനേന്ന് വിളിച്ച് വന്നത് അതാരെയായിരുന്നു? ആരെയാ? എൻ്റെ അച്ഛനായിരുന്നു. ആരുടെയോ അച്ഛനല്ല. പിന്നെന്നാ എൻ്റെ അച്ഛന്. അപ്പം ബാബ പറഞ്ഞു തരണം, എൻ്റെ അച്ഛനെ വിളിച്ചു എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് അയ്യോ അച്ഛാ എവിടെയാണെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അച്ഛനോടൊരു വാക്ക് പറഞ്ഞാൽ അച്ഛൻ അത് ചെയ്തു തരണം, അത്രയേ ഉള്ളൂ. അത്രയും നമ്മൾ എന്തുണ്ട്? ക്ലോസ് റിലേഷനിലേക്ക് വന്നു അല്ലേ? ഇതുവരെ നമ്മൾ അകന്നിട്ടായിരുന്നു. അച്ഛൻ ചെയ്തു തരുമോ ഇല്ലയോ, ഭഗവാൻ എവിടെയുണ്ടോ ഇല്ലയോ, ഭഗവാൻ ദേഷ്യപ്പെടുമോ ഇല്ലയോ, ഭഗവാൻ ശപിക്കുമോ ഇല്ലയോ, അങ്ങനത്തെ ഒരു ഭയമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ആ പേടിയില്ല, ഭയമില്ല, ഒന്നുമില്ല. ഇപ്പോൾ നമുക്കെല്ലാം ബാബയോട് തുറന്ന് പറയാം. ഇനി ബാബയോട് ചോദിക്കാണ്ട് എല്ലാം ഇങ്ങോട്ട് എടുക്കാം. ഏത് ഗുണം വേണം, ഏത് ശക്തി വേണമെങ്കിൽ എടുക്കുക. അത്രയും ബാബ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത്രയും ബാബ നമുക്കൊപ്പമുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരണം, ഇതൊക്കെ ശീലങ്ങൾ ഭക്തി മാർഗത്തിൻ്റെതാണ്. ആ ഭക്തി ജ്ഞാനത്തെ ഫറക്ക്. ഇപ്പോൾ ബാപ്പണ് നിങ്ങൾക്ക് അറിയാം, ഭക്തിയുടെയും പിന്നീട് ജ്ഞാനത്തിലും വളരെ അന്തരമുണ്ട്. തുമാരെയും മുക്കസേ കബി. അതുകൊണ്ട് ബാബ പണി ഇനി നിങ്ങൾ കുട്ടികൾ ഒറ്റക്കൊക്കെ പോയിട്ട് അവിടെ ബാബ റൂമിൽ പോയിട്ട് അയ്യോ ബാബ അങ്ങനെ ഇല്ല, ഹേ ഭഗവാൻ വിളിക്കണ്ട, ഹേ ബാബ എന്നൊന്നും വിളിക്കണ്ടാന്ന്. ബാബക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് വിളിക്കുന്നൊന്നും ഇഷ്ടമല്ല. കാരണം ബാബ പറയണ അച്ഛനല്ലേ, അതുകൊണ്ട് ബാപ്പണ് അങ്ങനെ കഷ്ടപ്പെട്ടൊന്നും വിളിക്കണ്ട എന്നെന്ന്.
ഹേ ഭഗവാൻ ഈ അക്ഷർ നഹി നിക്കലേങ്കെ. ബാപ്പണി ഇപ്പം ഇനി അങ്ങനത്തെ വാക്കുകളൊന്നും വരരുത്. മനുഷ്യോം കോത്തോ ഈ ആധാ കൽപ്പിക്ക് പ്രാക്ടീസ് പടി ഹുയി. പക്ഷെ എന്താ വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും പോവില്ലല്ലോ. അരക്കൽപ്പത്തിൽ നിന്ന് നമ്മൾ ശീലിച്ച ശീലങ്ങളാണ് ഇതൊക്കെ. തും ജാനത്തെ വോ തോ ഹമാരാ ബാപ് ഹേ. ബാബ എന്തുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്? കാരണം ബാപ്പണി ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ദൂരെയല്ല. പിന്നെ എവിടെയുള്ളത്? നമ്മുടെ കൂടെ. നമ്മളാരാണ്? ബാബയുമായിട്ട് കമ്പൈൻഡാണ് അല്ലേ? ഞാനും ബാബയും എന്താ വേറെ വേറെ അങ്ങനെയാ? അല്ല, ഞാനും ബാബയും കമ്പൈൻഡാണ്. കാരണം എപ്പോൾ വിളിച്ചോ അപ്പോൾ ബാബ കൂടെയുണ്ട്. വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബാബ കൂടെ തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് ബാബന് നിങ്ങൾക്കറിയാം അതെൻ്റെ അച്ഛനാണ്. തുംകോ ഹേ ബാബ തൊടേ ഹി കർണ. അതുകൊണ്ട് ബാബ പറയണ് ഭക്തിമാർഗത്തിൽ നമ്മൾ ശീലിച്ചതുപോലെ അയ്യോ ബാബ എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാബ കൂടെ തന്നെ ഒപ്പം തന്നെയുണ്ട്. ബാബ് സേ തോ തുംകോ വർഷ ലേന പേലെ തോ നിശ്ചയ ഹേ ഹം ബാബ സെ വർഷ ലേത്ത. കാരണം അച്ഛനാണ്, അതുകൊണ്ട് അച്ഛനിൽ നിന്ന് സ്വത്ത് നേടേണ്ടവരാണ് നിങ്ങൾ. ആദ്യം ബാബ പണ് നിങ്ങളുടെ ഉള്ളിൽ നിശ്ചയം വേണം, ഞാൻ ബാബയിൽ നിന്ന് സ്വത്ത് എടുക്കുകയാണ്. തോ ബാബ് ബച്ചോങ്കോ വർഷ ലേനെ ക അധികാരി ബനാത്ത. അപ്പം അച്ഛൻ്റെ സ്വത്ത് എടുക്കാനുള്ള അധികാരികളാക്കി ബാബ മക്കളെ മാറ്റിയിരിക്കുക. നിങ്ങൾക്ക് എത്ര വേണോ എന്ത് വേണോ ബാബ പറയാണ് ബാബയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അത്ര അധികാരം ബാബ നൽകിയിട്ടുണ്ട്. ഏതോ സച്ചാ ബാബ് ഹേന. ബാബ് ജാനത്തെ ഹേ യെ ഹമാരെ ബച്ചെ ജിനോക്കോ ഹം ജ്ഞാനാമൃത് പിലായ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ് ഇത് നിങ്ങളുടെ സത്യമായിരിക്കുന്ന അച്ഛനാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും വിട്ടുപോകാത്ത അച്ഛനാണ്, ഒരിക്കലും നശിക്കാത്ത അച്ഛനാണ് അല്ലേ? അവിനാശിയായിരിക്കുന്ന ബാബയാണ്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ഇതെൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഓർക്കാണ് ഇതെൻ്റെ കുട്ടികളാണ്. ആർക്കാണോ ഞാൻ കൽപ്പം മുമ്പ് ജ്ഞാനാമൃതം കുടിപ്പിച്ചത്, ജ്ഞാനചിതയിലിരുത്തിയത്, ബാബ പറഞ്ഞ അതേ മക്കളാണ് ഇത്. ഗോർ നീന്ത് സേ ജറൂർ ജഗായെ സ്വർഗമില്ലേ ജാത്ത. അപ്പം അത്തരത്തിലുള്ള കുട്ടികളെ ബാബ വീണ്ടും വന്നിരിക്കുകയാണ്. ജ്ഞാനാമൃതം കുടിപ്പിച്ച് ജ്ഞാനചിതയിലിരുത്തി ഘോരമായിരിക്കുന്ന നിദ്രയിൽ നിന്ന് ഉണർത്തി എവിടെ കൊണ്ടുപോകും? സ്വർഗത്തിലേക്ക്. ബാബനെ സംജായ ആത്മായെ വഹാ ശാന്തിദാം സുഖദാം മിറത്തി. അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ് ആത്മാക്കളായിരിക്കുന്ന നമ്മൾ ശാന്തിധാമത്തിലും പിന്നീട് സുഖധാമത്തിലും വസിക്കുന്നവരായിരുന്നു. സുഖധാം കോ കഹാ ജാത്ത വൈസ്ലെസ് വേൾഡ്. സുഖധാം എന്ന് വിളിച്ചത് ഏതാണ്? സത്യുഗത്തെ എന്ന് വെച്ചാൽ നിർവീകാരി ലോകത്തെ. അവിടെ ബാബന് സമ്പൂർണ്ണ നിർവീകാരി ദേവതകളായിരുന്നു. ഇനി ബാബ പറയാണ് പരന്താം എന്നുള്ളത് എന്തായിരുന്നു? അത് നമ്മുടെ സ്വീറ്റ് ഹോം ആയിരുന്നു, മധുരമായിരിക്കുന്ന വീട്. തും ജാൻ ഗയേ ഹോ കി ഹമാരാ ഹോം വോ ഹേ ഹം ആക്ടേഴ്സ് ഉസ് ശാന്തി ധാം സെ ആത്തെ യഹാ പാർട്ട് ബജാനെ. അപ്പം ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം ആ മധുരമായിരിക്കുന്ന വീടാണ് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന വീട്. ഇവിടെ നമ്മൾ എല്ലാവരും ആരാണ്? ആക്ടേഴ്സാണ്. ശാന്തിധാമത്തിൽ നിന്ന് നമ്മൾ ഇവിടെ വന്ന് ദേഹം ധരിച്ച് പാർട്ട് അഭിനയിക്കുകയാണ്. നമ്മൾ ആത്മാക്കൾ വസിക്കുന്ന ലോകം അതായിരുന്നു. ഏത്? ശാന്തിധാം. ഇത് നമ്മുടെ യഥാർത്ഥ ലോകമല്ല. वो एक्टर्स यहाँ के रहवासी होते, सिर्फ घर से आकर ഡ്രസ് ബദൽക്ക് പാട്ട് ബച്ചാത്തെ. അപ്പം സാധാരണ ഒരു നാടകം ഒരു സിനിമയൊക്കെ പറയുമ്പോൾ അവർ ഇവിടെ ഉള്ളവർ തന്നെയാണ്. പറഞ്ഞാൽ നമ്മൾ ദേഹധാരികൾ ഇപ്പോൾ ഇവിടെ ഉള്ളവരാണ്. അല്പം നേരത്തേക്ക് അങ്ങ് പോകുന്നു, വേഷം മാറുന്നു, പിന്നെ പാർട്ട് അഭിനയിച്ച് വീണ്ടും തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ ബാപ്പറിന് അത് താൽക്കാലികമായിരിക്കുന്ന 1-2 മണിക്കൂറിലേക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഇവിടെ ബാബ പറഞ്ഞു തരണേ ജബ് സബി ആക്ടർ സ്റ്റേജ് पर आ जाते तब फिर बाप आकर सभी को ले जाएगा. ഇവിടെ നമ്മൾ ശാന്തിധാമത്തിൽ നിന്ന് വന്നു, ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിച്ചു, വീടും മറന്നു, അച്ഛനെയും മറന്ന്, എല്ലാം മറന്ന്, നമ്മൾ സ്വയം മറന്ന് അങ്ങനെ നടന്നു. അപ്പോൾ ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നമ്മൾ കുട്ടികളെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. इसलिए उनको लिबरेटर ഗൈഡ് भी कहा जाता. അപ്പോൾ ആക്ടേഴ്സ് എല്ലാവരെയും എല്ലാവരും വേദിയിലെത്തണം, അല്ലാണ്ട് ഒറ്റക്കൊറ്റക്കൊന്നും കൊണ്ടുപോകില്ല. എല്ലാ ആക്ടേഴ്സ് വേദിയിലെത്തിക്കഴിയുമ്പോഴാണ് ബാബ വന്ന് നമ്മളെല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ബാബയെ മുക്തിദാതാവെന്നും വഴികാട്ടിയെന്നും വിളിക്കും. ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനെന്നും കൂടി വിളിക്കും. വിചാർ കറോ പതീത് പാവൻ കോ ബുലാത്തെ. ഇപ്പോൾ സുഖദാത്ത, ദുഃഖാർത്ത, സുഖകർത്ത എന്ന് വിളിച്ചതാരെയാണ്? പതീത പാവനെയാണ്. എന്തിനാ വിളിച്ചത്? അപ്പനി മൗത്ത് കേലിയ.
ബാബ പറഞ്ഞ പതീത പാവനായിരിക്കുന്ന ഭഗവാന് വിളിച്ചതെന്ന് സ്വന്തം മരണത്തിന് വേണ്ടിയിട്ടാണ്. ദുഃഖക്ക് ദുനിയാമേ രഹനെ നഹി ചാത്തെ. പേടിയാവുന്നുണ്ടോ? ബാബ പറയണ ഇനി നിങ്ങൾക്ക് ഈ ദുഃഖത്തിൻ്റെ ലോകത്തിൽ വസിക്കാൻ യോഗ്യമല്ല, അത്രയും അത്രയും മോശമായിരിക്കുന്ന ലോകമായി മാറിയിരിക്കുകയാണ്. ബാപ്പണ എൻ്റെ മക്കൾക്ക് ഇനി ഇവിടെ വാസ യോഗ്യമല്ല എന്ന് പറയാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഏ സബ് മുക്തി കോഹി മാന്യ വാലേ. ബാക്കി എല്ലാവർക്കും അറിയാം മുക്തി, അവർ മുക്തി അംഗീകരിക്കുന്നവരാണല്ലോ. ഇപ്പം സന്യാസിയൊക്കെ എന്താ പറയുക, ബ്രഹ്മത്തിൽ ലയിക്കണം എന്നല്ലേ പറയാം. भारत का प्राचीन राजयोग भी कितना मशहूर है. विलायत में भी जाते प्राचीन राजयोग सिखलाने. ബാബ പറയണ ഇന്നും പ്രാചീന രാജയോഗം, ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗത്തിന് വളരെയധികം പ്രസിദ്ധിയുണ്ട്. വിദേശങ്ങളിലും പോയി ഇവിടുത്തെ രാജയോഗത്തെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ടല്ലോ. വാസ്തവമേ ഹഠയോഗി തോ രാജയോഗ ജാനത്തെ ഹി നഹി. സത്യത്തിൽ ബാബ പറയണ അവർ ഹഠയോഗികളാണ്, ആസനങ്ങളൊക്കെ ഇരുത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. വാസ്തവത്തിൽ ബാപ്പണ്ണ അവർക്കൊരിക്കലും രാജയോഗം അറിയുകയുമില്ല, പഠിപ്പിക്കാനും സാധ്യമല്ല. ഉനക്ക യോഗ ഹി റോങ് ഹെ, ഇസ്ലിയെ തുമേ ജാക്ക് സച്ച രാജയോഗ സിഖാന. അവർ പഠിപ്പിക്കുന്ന യോഗമൊക്കെ തെറ്റാണ്. അതുകൊണ്ട് ബാബ പറയണ നിങ്ങൾ കുട്ടികൾ വേണം സത്യമായ രാജയോഗം പഠിപ്പിക്കാൻ. അവർ ദൈഹികമായിരിക്കുന്ന യോഗല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വജ്രാസനം, ആ ആസനം, ഈ ആസനം പറഞ്ഞ ദേഹത്തിന് വേണ്ടിയിട്ടുള്ള യോഗ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബാബപ്പണ്ണ അത് തെറ്റാണ്. യഥാർത്ഥ രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾക്കും രാജാവാകണം. ബാക്കി നമ്മൾ എത്ര യോഗാസനം, എത്ര വെയ്റ്റ് ലിഫ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ യോഗ ചെയ്യുന്ന യോഗ ആചാര്യന്മാരുണ്ട്, യോഗ അഭ്യാസിക. നമ്മളിപ്പോൾ ചോദിക്കുമല്ലോ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്ന? യോഗ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കും, ശരീരത്തോടുള്ള കസർത്ത് കളിക്കൽ. ചെറിയൊരു പ്രശ്നം വന്നാൽ ഇന്നലെ ഇവിടെ ഒരു പോലീസ് വന്നിരുന്നു. അപ്പോൾ അവർ NSS കമാൻഡോ, പിന്നെ ഈ കാട്ടിൽ മാവോയിസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞ് തപ്പി നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ അവർ പറയും ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ഒരു ഉറക്കമില്ല. എന്നിട്ട് പറയും ഞാൻ രാവിലെ വാ കോഴ്സിന്. ഇല്ല, രാവിലെ എനിക്ക് യോഗ ചെയ്യണം. പിന്നെ ചെയ്തോ. അപ്പോൾ അവരുടെ വിചാരം ആ യോഗമാണ് അവർക്ക് പവർഫുള്ളാക്കുക. അത് ബോഡി അവർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. കാരണം ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോഴൊക്കെ അത്രയും ബോഡിക്ക് അവർ പ്രാധാന്യം കൊടുക്കും. പക്ഷെ മൈൻഡിന് എന്ത് ചെയ്യും? അപ്പോൾ അവർ പറയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഈ അവസ്ഥയിലുള്ള, എവിടെയെങ്കിലും ഒന്ന് കുറച്ച് ദിവസം പോയി യോഗ ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് താമസിച്ച് കുറച്ച് ദിവസം റിലാക്സ് ആയിട്ടിരിക്കണം, എന്നാലേ നമുക്കൊരു ഇത് വരുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രെസ്ഡാണ് എല്ലാവരും. മനസ്സിലായില്ല? ബാപ്പണ്ണ യോഗ പഠിപ്പിക്കാൻ ധാരാളം പേരുണ്ട് ഫിസിക്കലി. പക്ഷേ മനസ്സിന് യോഗ പഠിപ്പിക്കുന്നവർക്ക് പാപ്പണ്ണ അത്തരത്തിൽ ആർക്കും അറിയുകയില്ല. അതിനവരെല്ലാവരും പറയും മെഡിറ്റേഷൻ. പക്ഷെ എന്ത് മെഡിറ്റേഷനാന്ന് പോലും അറിയില്ലല്ലോ. പക്ഷെ ബാബ പറയണ നിങ്ങൾ കുട്ടികൾ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന രാജയോഗം. അതുകൊണ്ട് ആരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ബാബ പറയണ നിങ്ങൾ കുട്ടികൾ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. मनुष्यों को सन्यासियों की कफनी देख उनको कितना मान देता. बौद्ध धर्म में भी सन्यासियों को कफनी पहनी हुई देख उनको मानते. सन्यासी तो बाद में होते, उनका योग ही रॉन्ग है. അപ്പോൾ ബാബ പറഞ്ഞ മനുഷ്യർ, ബാബ പറഞ്ഞ അത്ര ശുദ്ധ ഹൃദയമാണ്. അതുകൊണ്ട് എന്താകും, ആരെങ്കിലും ഒരു വേഷം ധരിച്ചാൽ പറഞ്ഞാൽ ആ ഒരു കാവ്യവസ്ത്രം ധരിച്ചാൽ അവരെ അംഗീകരിക്കും, അവരെ ബഹുമാനിക്കും. അതിപ്പോൾ ബൗദ്ധധർമ്മത്തിലാണെങ്കിലും ശരി, ഏത് ധർമ്മത്തിലാണെങ്കിലും ശരി. അങ്ങനെ ഒരു സന്യാസി വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും അംഗീകരിക്കും. ശുരുമേത്തോ വോ ആത്മായി ഊപ്പർ സെ ആത്തി ഹെ. അപ്പോൾ ബാബ പറഞ്ഞ സന്യാസിമാരൊക്കെ ദേവതാധർമ്മത്തിന് ശേഷം വരുന്നവരാണല്ലോ. അപ്പോൾ ബാബ പറഞ്ഞ ബൗദ്ധധർമ്മവും കൂടി ആരംഭത്തിൽ വന്നു. കൊയ് സന്യാസി നഹി ഹോത്ത. ബുദ്ധൻ വന്ന സമയത്ത് ഏതെങ്കിലും സന്യാസി ഉണ്ടായിരുന്നു? ഇല്ല. ജബ് പാപ് ബഡ്ത്ത തബ് സന്യാസ് ധർമ്മ സ്ഥാപൻ ഹോത്ത. ഇസ്ലാം ധർമ്മം വന്നപ്പോഴോ ബൗദ്ധധർമ്മം വന്നപ്പോഴൊന്നും സന്യാസി ധർമ്മം ഉണ്ടായിരുന്നില്ല. ബാബ പറഞ്ഞ എപ്പോഴാണ് പാപങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് സന്യാസധർമ്മം സ്ഥാപിക്കപ്പെട്ടത്. പ്രാരംഭത്തിലൊന്നും അത്തരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ശുരുമേത്തോ വോ ആത്മ ഊപ്പർ സ്യാത്. ഏത് ധർമ്മത്തിലുള്ളവരാണെങ്കിലും തുടക്കത്തിൽ ആ ധർമ്മ പിതാവ് മാത്രമേ അവിടെ ഇറങ്ങുന്നുള്ളൂ. പിന്നീടാണ് പതുക്കെ അവരുടെ അനുയായികളൊക്കെ തയ്യാറാകുന്നത്, ആ ധർമ്മത്തിൽപ്പെട്ടവരൊക്കെ വരാൻ തുടങ്ങുന്നത്. ഉൻകി സംഖ്യ ആത്തി ഹെ. അവർ ആദ്യം വരും,
പിന്നെ അവരുടെ പുറകെ ആ ധർമ്മത്തിലുള്ള ആത്മാക്കൾ ഇറങ്ങാൻ തുടങ്ങും. ശുരുമേ സന്യാസ് സിക്ലാക്ക് ക്യാ കരേങ്കെ, തുടക്കത്തിൽ തന്നെ സന്യാസം പഠിപ്പിക്കില്ലല്ലോ. സന്യാസ് ഹോത്താഹെ ബാദ് മേ, എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിരക്തി, ദുഃഖം, വിഷമം ഇതൊക്കെ വരാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നമ്മൾ ഏത് സ്വീകരിക്കാൻ തുടങ്ങുക, ഓരോന്ന് സന്യാസം ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അല്ലാണ്ട് തുടക്കത്തിൽ തന്നെ സന്യാസം എന്നൊരവസ്ഥ ഇല്ല. ये भी यहाँ से कॉपी करते, അതൊക്കെ ഇവിടെ നിന്നാണ് അവരൊക്കെ കോപ്പി അടിച്ചത് എന്ന്. क्रिश्चियन में भी बहुत है जो सन्यासियों का मान रखते, कफनी की जो पहरवाई से वो हठयोगियों की है. അപ്പോൾ ബാബ പറയണ എല്ലാം ഇവിടെ നിന്ന് കോപ്പി അടിച്ചതാണ്. ഭാരതത്തിൻ്റെതാണ് മിക്ക സംസ്കാരങ്ങളും മറ്റുള്ളവർ കോപ്പി അടിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരും വന്നല്ലോ, അവരിൽ ഇപ്പം എന്തുണ്ട്, സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്, അവർ സന്യാസിമാരെ സ്വീകരിക്കുന്നവരുമാണ്. അപ്പോൾ ബാപ്പൺ അവരുടെ വേഷധാരണകൾ, അതായത് സന്യാസിമാരുടെ ആ ഒരു വേഷധാരണകൾ, അപ്പോൾ ബാബ പറഞ്ഞ അതൊക്കെ ഹഠയോഗികളുടെ വേഷധാരണകളാണ്. തുംകോ തോ ഗർബാർ ചോടനാനഹി. പക്ഷെ ബാബ പറഞ്ഞ ഇവിടെ നമ്മൾ കുട്ടികളോട് ബാബ ആ തരത്തിൽ ആവശ്യപ്പെടുന്നില്ല. ബാബ പറഞ്ഞ നിങ്ങൾ വീടും കുടുംബം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നാ കോയി സഫേദ് കപ്പടേക്കാ ബന്ധൻ ഹേ, ഇനി നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും വെള്ളവസ്ത്രം തന്നെ ധരിച്ചിരിക്കണം, അങ്ങനെ ഒരു ബന്ധനമൊന്നും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. തും ബട്ടി മേ രഹോ തോ ഡ്രസ് ബി യേ ഹോ ഗയി ന. അപ്പോൾ ബാബ പറഞ്ഞു തരണം എപ്പോഴാണോ ബാബ ബട്ടി നടത്തിയത് യജ്ഞ ആരംഭത്തിൽ, അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ യൂണിഫോം ആയിരുന്നു. ആദ്യം അവർക്ക് സ്കൂൾ യൂണിഫോം പോലെയുള്ള ഡ്രസ്സായിരുന്നു. പിന്നീട് എന്താക്കി ബാബ വൈറ്റ് ഡ്രസ്സ് എല്ലാവർക്കും ഒരുപോലത്തെ തന്നെ ധരിപ്പിച്ചു. അതിപ്പോൾ എന്തായി, നമ്മുടെ യൂണിഫോമായിട്ട് മാറിയിരിക്കുകയാണെന്ന് ബാബ പറയുകയാണ്. ആജ്കൽ സഫേദ് ബഹുത് പസന്ത് കർത്തെ. ഇപ്പം നിങ്ങൾ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, ഇന്ന് പുറമെയുള്ളവരും കൂടി വൈറ്റ് ഡ്രസ്സാണ് ധാരാളം ഇഷ്ടപ്പെടുന്നത്. മനുഷ്യ മർത്തെ തോ ബി സഫേദ് ചാദർ ഡാൽത്തെ തും ബി അബി മർജീവ ബനി ഹോ. നമ്മൾ ഈ ഡ്രസ്സ് ധരിക്കുന്നതിന് അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞു തരാൻ നിങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തണം, ഏത് ഞാൻ മർജീവ ജന്മത്തിലാണ്, പഴയതിൽ നിന്നൊക്കെ മരിച്ച് ഞാൻ പുതിയ ജീവിതത്തിലാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, ബാബ ഈ ഡ്രസ്സ് നൽകിയിരിക്കുന്നത്. പിന്നെ പവിത്രതയുടെ പ്രതീകവും കൂടിയാണ്. തോ പെഹലെ കോയി കോബി ബാപ് കാ പരിചയ ദേന. അതുകൊണ്ട് ബാബ പറയണ ആർക്ക് തന്നെയാണെങ്കിലും നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ബാബയുടെ പരിചയമാണ്. ദോ ബാപ് ഹേ ഈ ബാത്തെ സമജ്നെ മേ ടൈം ലേത്താ. അപ്പോൾ ബാപ്പന് രണ്ടച്ഛൻ്റെ പരിചയം നമുക്ക് കൊടുക്കാനുണ്ട്. ഒന്ന് ദേഹത്തിന് ജന്മം നൽകിയ അച്ഛൻ, രണ്ടാമത്തത് പരമാത്മ ആത്മാക്കളുടെ അച്ഛനാണ്. അപ്പോൾ ബാപ്പൺ ഈ രണ്ട് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാകും, സമയമെടുക്കും. പ്രദർശനമേ ഇത്തന സംജാനഹി സക്കേങ്കെ. അപ്പോൾ ബാപ്പൺ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പുറമെ നിങ്ങൾ എക്സിബിഷനൊക്കെ വെക്കുമ്പോഴൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റാറില്ല. സത്യുഗ്മേ ഹോത്താഹെ ഏക് ബാപ്പ്. സത്യുഗത്തിൽ നമുക്ക് ഒരച്ഛൻ മാത്രമേ ഉണ്ടാവൂ, ദേഹത്തിൻ്റെ അച്ഛൻ. എന്നാൽ സംഗമയുഗത്തിൽ നമുക്ക് എത്ര അച്ഛന്മാരുണ്ട്? 3 അച്ഛന്മാരുണ്ട്. എത്ര അച്ഛന്മാരുണ്ട്? ലൗകികത്തിൽ പോയി എവിടെയെങ്കിലും പറഞ്ഞേക്കരുത് എനിക്ക് 3 അച്ഛനുണ്ട്, അവർ വേറെ രീതിയിൽ വിചാരിക്കും അല്ലേ. അപ്പോൾ ബാപ്പണ്ണി ഇപ്പം നമുക്ക് സംഗമയുഗത്തിൽ എത്ര അച്ഛനുണ്ട്? 3 അച്ഛൻ. ആരൊക്കെ? ഒന്ന് ദേഹത്തിൻ്റെ അച്ഛൻ, രണ്ടാമത്തത് ബാബി എന്നെയും കണക്ട് ചെയ്തിരിക്കുന്ന അച്ഛൻ ബ്രഹ്മ ബാബ, മൂന്നാമത്തത് പാരലൗകിക അച്ഛൻ. അതിന് ലൗകികച്ഛൻ, അലൗകികച്ഛൻ, പാരലൗകികച്ഛൻ എന്ന് പറയും. കേട്ടില്ലേ? പള്ളിയിലച്ഛനും ഉണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, നമുക്ക് യഥാർത്ഥത്തിൽ ഒരച്ഛനാണ് പറഞ്ഞാൽ പരമാത്മ ആത്മാക്കളുടെ അച്ഛൻ ഒറിജിനൽ. പക്ഷെ നമ്മൾ ദേഹത്തിലാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ബാപ്പന് സത്യത്തിൽ ഒരച്ഛനെ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് വരുമ്പോൾ 2 അച്ഛൻ, അതായത് ഒരച്ഛൻ ഇരിക്കെ തന്നെ നമ്മൾ ഭഗവാനെ ഓർമ്മിക്കും. അതുകൊണ്ട് പാരലൗകിക അച്ഛന് അപ്പോഴും പരിചയമുണ്ട്. പിന്നീട് നമ്മൾ സംഗമയുഗത്തിൽ വരുമ്പോഴാണ് നമുക്ക് 3 അച്ഛന്മാരാവുന്നത്. അതുകൊണ്ട് ബാബ പറഞ്ഞ് ഈ പരിചയം പറഞ്ഞു കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ബാബ പറഞ്ഞ് നിരാകാരനായിരിക്കുന്ന ഭഗവാൻ പ്രജാപിത ബ്രഹ്മാവിൻ്റെ ദേഹത്തിൽ വന്നാണ് നമ്മൾ കുട്ടികളെ ദത്തെടുക്കുന്നത്. അപ്പോൾ ബാപ്പണി ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക നമുക്ക് വളരെ പ്രയാസമാണ്. വോബിത്തോ ബാപ് ഹേ സബ്ക. അതുകൊണ്ട് പ്രജകളുടെ പിതാവാണ് ബ്രഹ്മ. അതുകൊണ്ട് ബാപ്പണി ഈ ലോകത്തിൽ എത്ര ജീവാത്മാക്കളുണ്ടോ പറഞ്ഞാൽ ദേഹധാരികളുണ്ടോ ആ മാനവകുലത്തിൻ്റെ പിതാവാണ് ആര്? ബ്രഹ്മാവ്. ലൗകിക് ബാപ് भी है. अच्छा, अब तीनों बाप से ऊंचा वर्षा किसका?
ബാബ പറഞ്ഞ 3 അച്ഛന്മാരുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞ ഈ 3 അച്ഛന്മാരിലും ലഭിക്കുന്ന സ്വത്ത് ആരുടേതാണ് ശ്രേഷ്ഠം? ലൗകിക അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സ്വത്ത് അത് കൈമാറി പോകും, അല്ലാണ്ട് സ്വന്തം എന്ന് പറഞ്ഞ് വെച്ചിരിക്കാനൊന്നും പറ്റുകയില്ല. അത് എൻ്റേതാകും, പിന്നെ എൻ്റെ മക്കൾക്ക് പോകും, പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകും. ആരുടെയൊക്കെയോ സ്വത്ത് കൈമാറി വരുന്നതാണ്, അല്ലാണ്ട് അത് ശാശ്വതമായിട്ടും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ബാപ്പുണ് ശാശ്വത സമ്പത്ത് ആരുടേതാണ്? നമ്മുടേത്. അത് ബാബയുടെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ബാപ്പുണ് ഒരിക്കലും നശിക്കാത്ത സ്വത്ത് അത് ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്താണ്. അപ്പം ഏറ്റവും മൂല്യം ആരുടേതാണ്? അത് ഈശ്വരനിൽ നിന്നും തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ബാപ്പുണ് പാരലൗകിക സമ്പത്തിനാണല്ലോ തൂക്കമുള്ളത്. अब इन तीनों से ऊंचा वर्षा किसका? निराकार बाप का. वो फिर देता है ब्रह्मा द्वारा. പക്ഷെ അത് നൽകപ്പെടുന്നത് ആരിലൂടെയാണ്? ബ്രഹ്മാവിലൂടെ. इस चित्र पर तुम बहुत अच्छी रीति समझा सकते हो. शिव बाबा निराकार है और यह है प्रजापिता ब्रह्मा आदि देव ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അതായത് ശിവബാബ നിരാകാരനാണെന്നും പ്രജാപിത ബ്രഹ്മാവ് മാനവകുലത്തിൻ്റെ ആദി പുരുഷനാണ്. അതുകൊണ്ടാണ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് വിളിക്കുന്നത്. तो बाबा कहते तुम मुझे शिव को तुम ग्रेट ग्रेट ग्रैंड फादर नहीं कहेंगे. അല്ലാണ്ട് പരമാത്മാവായിരിക്കുന്ന ശിവബാബി ഒരിക്കലും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ബാബ നിരാകാരനാണ്, ആത്മാക്കൾക്ക് അച്ഛനാണ്. പക്ഷെ ബ്രഹ്മബാബ മാനവ സൃഷ്ടിയുടെ ആദി രചന, അതുകൊണ്ടാണ് ആദി പുരുഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊക്കെ എന്തായി? മുതുമുത്തച്ഛനായി വരും. ബാബ ഓർമ്മപ്പെടുത്താണ്, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, ഇത് പ്രജകളുടെ പിതാവായ ബ്രഹ്മാവാണ്. തും ഹോ ഗയേ സബ് ബായി ബഹൻ ബായി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ മക്കളാകുമ്പോൾ നമുക്കിടയിലുള്ള ബന്ധം എന്താകും? സഹോദര സഹോദരൻ. പക്ഷെ നിരാകാരനായിരിക്കുന്ന ബാബയുടെ മക്കളായിരിക്കുമ്പോൾ നമുക്കിടയിൽ ഏത് സംബന്ധം വരും? സഹോദര സഹോദര ബന്ധം. ബൽ സ്ത്രീ പുരുഷേ പരന്തു ബുദ്ധി സെ ജാനത്തെ ഭായി ബഹൻ ഹെ. ബാബ പറഞ്ഞ നിങ്ങൾ പതി പത്നി ആകാം ഈ ജന്മത്തിൽ, അല്ലേ? അത് ശാശ്വത സംബന്ധം അല്ലല്ലോ. ചിലപ്പോൾ ഞാൻ വിട്ടുപോകുക, ചിലപ്പോൾ അവർ വിട്ടുപോകും, അങ്ങനെയാണ്. നെക്സ്റ്റ് ബർത്തിൽ അവർ തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ പതി അല്ലെങ്കിൽ നിങ്ങളുടെ പത്നി. അതുകൊണ്ട് ബാപ്പണ്ണി ഈ സമയത്ത് ഈ നാടകത്തിലുള്ള റോള് മാത്രമാണ് ഇത്. ഇപ്പോഴുള്ള പതി പത്നി ആണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊക്കെ വലിയ കാര്യത്തിന് പറയും 7 ജന്മങ്ങളോളം എന്നുള്ള. 7 ജന്മങ്ങൾ അങ്ങനെയൊക്കെയാണ് സങ്കല്പക്കില്ല, അല്ലേ? താലി കെട്ടുമ്പോൾ അങ്ങനെയാ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഈ 8 ചുറ്റും അല്ല, 7 ചുറ്റും 3 ചുറ്റും എന്നിട്ട് പറയും 7 ജന്മങ്ങൾക്ക് എന്ന്. എവിടെ 7 ജന്മം? ബാബ പറഞ്ഞു തരണം, ഈ ജന്മത്തിൽ ഒരാളാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഉണ്ടാക്കി വെച്ച കണക്കിനനുസരിച്ചല്ലേ വരിക. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ ആ തരത്തിലാണെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് എന്ത് വേണം? ഏത് യഥാർത്ഥമായിരിക്കുന്ന ബോധം ഉണ്ടാകണം. പത്നിയാണെങ്കിൽ അതും പരമാത്മാവിൻ്റെ സന്താനം, പതിയാണെങ്കിലും അതും ആരുടെ സന്താനം? പരമാത്മാവിൻ്റെ സന്താനം. അപ്പോൾ ബാപ്പണ് അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ട്? ശാശ്വത സംബന്ധം, ആത്മബന്ധം എന്ന് പറയില്ല, അതിനെയാണ് ആത്മബന്ധം എന്ന് പറയും. അപ്പോൾ ബാപ്പണ് ആ ബോധം എപ്പോഴും ഉണ്ടാണ്, ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരിയാണ്. അല്ലാണ്ട് സഹോദരനാക്കി മാറ്റുന്ന അവസ്ഥയല്ല. പക്ഷെ ബാപ്പണ് ഉൾബോധം മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആ പവിത്ര ബന്ധത്തെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാകും. അല്ലെങ്കിൽ എന്താകും? വട്ടം കൊത്തും, അല്ലേ? അടിയും ഇടിയും ഒക്കെ ഉണ്ടാകും. എന്തുകൊണ്ട്? സത്യമായിരിക്കുന്ന ആ ഒരു കണക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ തിരിച്ചറിവില്ലാത്തതുകൊണ്ട്. എൻ്റെ എന്ന് പറഞ്ഞിരിക്കില്ല, എൻ്റെ എത്ര കാലം ഉണ്ടാവും, അല്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്. അല്ലാണ്ട് വീടും കുടുംബം ഉപേക്ഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സത്യമായിരിക്കുന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ 2 പേരും, അതായത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരച്ഛൻ്റെ മക്കളായതുകൊണ്ട് 2 പേർക്കും സ്വത്ത് ആരിൽ നിന്ന് കിട്ടണം? बाबेल निन्नम. भाई बहन आपस में क्रिमिनल असॉल्ट कर ना सके. अगर दोनों की आपस में विकारी दृष्टि खींचती तो फिर गिर पड़ते, बाप को भूल जाते. बाबा कहती तुम हमारा बच्चा बन, फिर मुँह काला कर दिया. അപ്പോൾ ബാബ പറഞ്ഞ നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മസംബന്ധത്തിൽ സഹോദര സഹോദരനാണ്. ദേഹമുള്ളത് കൊണ്ട് തന്നെ സഹോദര സംബന്ധമുണ്ട്. അതുകൊണ്ട് ബാപ്പണ നിങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള അപവിത്ര ദൃഷ്ടിയോ കർമ്മമോ നടക്കാൻ സാധ്യമല്ല. അത്തരത്തിൽ നിങ്ങൾക്ക് ഇടയിൽ അത്തരത്തിലുള്ള വികാരി ദൃഷ്ടി ഉണ്ടാകുന്നു എങ്കിൽ ബാബ പറഞ്ഞ് നിങ്ങൾ അവിടെ ബാബയെ മറക്കും.
तो बाबा कहते तुम हमारा बच्चा बन. അപ്പോൾ ബാബയ്ക്ക് അറിയാൻ പറ്റും നിങ്ങൾ എൻ്റെ കുട്ടികളായിട്ട് മുഖം കറുപ്പിച്ചില്ലേ. ബേഹദ് കാ ബാബ് ബച്ചോं को बैठ समझाते हैं. ഇതൊക്കെ ബാബയ്ക്ക് നേരിട്ട് ആരോടാ പറയാൻ പറ്റുക? മക്കളോടല്ലേ പറയാൻ പറ്റുക, അല്ലാണ്ട് പുറമെ പോയിട്ട് ഇതൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം ഇത് വികാരി ലോകമാണ്. അവർ വിചാരിക്കും വികാരമില്ലാതെ എന്ത് ജീവിതം എന്ന് വിചാരിക്കുന്നവരാണ്. അവരോട് ഇത് നേരിട്ട് പോയി പറഞ്ഞാൽ അവർക്കൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ബാബ ആരുടെ മുന്നിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്നത് മക്കളുടെ മുമ്പാകെ മാത്രമാണ്. बेहद का बाप बच्चों को बैठ समझाते तुमको ये नशा चढ़ा हुआ जानते हो गृहस्थ व्यवहार में भी रहना. അപ്പോൾ ബാബ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ലഹരിയുണ്ട്. മക്കൾക്കറിയാം നമ്മൾ താമസിക്കേണ്ടത് എവിടെയാണ്, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ തന്നെയാണ്. ലൗകിക് സംബന്ധിയും കോബി മുഹ്ദേന തോട് നിബാന. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ബാബ പറഞ്ഞല്ലോ നിർമോഹികളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. എന്ന് വെച്ചാൽ വീടും വിട്ട് കുടുംബം വിട്ട് ആരോടും മിണ്ടാതെ അങ്ങനെ നമ്മൾ വളരെ ശ്രേഷ്ഠരാണ്, നമ്മൾ വളരെ പവിത്രരാണ്, നമ്മൾ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല. ബാബ പറഞ്ഞു തരാണ് തോട് നിബാന. അതുകൊണ്ടാണ് പറയുക ബാലൻസ്ഡ് ലൈഫ്. അവർക്കൊപ്പം ഇരിക്കുകയും വേണം, അവർക്കൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം. എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ സ്ഥിതിയിൽ നമുക്കിരിക്കാൻ പറ്റും. അല്ലാണ്ട് ചിലവരൊക്കെ ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞ് മൊത്തം എന്താണ് എന്തിനൊക്കെ പൊട്ടിച്ച് കളയുന്നുള്ള അവസ്ഥയിൽ ടോട്ടലി പൊട്ടിച്ചെറിയും. അങ്ങനെയൊന്നും പാടില്ല. കാരണം നമ്മൾ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ പെരുമാറ്റത്തോടെ വേണം അവർക്ക് തിരിച്ചറിവുണ്ടാകാം ഇതൊരു സാത്വിക ജീവിതമാണ് അല്ലേ. അവർക്കത് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ എന്താകും, അവരുടെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പം ഞാനൊന്നും അവരുടെ കൂടെ പോകാൻ പറ്റില്ല, അവരുടെ കൂടെ പോയി തിന്നാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അല്ലേ. ടോട്ടലി നമ്മൾ അവരെന്ത് ചെയ്യും, നമ്മൾ ഏതോ ലോകത്തു നിന്ന് വന്ന ജീവിയെ പോലെ മാറ്റി നിർത്തും. അത് നമ്മൾ ഏത് രീതിയിൽ അവരോട് പെരുമാറുന്നു അതുപോലെ ഉണ്ടായിരിക്കും അല്ലേ. നമ്മളെല്ലാം നമ്മൾ ബാബയുടെ ശ്രീമതം പാലിക്കാൻ വേണം, എന്നാലോ അവരും ചേർത്ത് നമുക്ക് കൊണ്ടുപോകാനും പറ്റും. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. പിന്നെ ബാബയുടെ ധാരണയ്ക്കുള്ള പോയിന്റ്സ് എന്താണെന്ന് നോക്കാം അല്ലേ. ഇന്ന് മെയിനായിട്ട് ബാബ ബായി ബായിക്ക ദൃഷ്ടി അല്ലേ, നമ്മുടെ ഫൗണ്ടേഷൻ അതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിൻ്റാണ് ഭായി ബായിക്ക് ദൃഷ്ടി കാ അഭ്യാസ് കർത്തേ ഹുയേ ലൗകിക് ബന്ധനോ സെ തോട് നിബാന. സഹോദര സഹോദര ദൃഷ്ടിയുടെ അഭ്യാസം ചെയ്തുകൊണ്ട്, സഹോദര സഹോദര ദൃഷ്ടിയുടെ അഭ്യാസം ചെയ്തുകൊണ്ട് ലൗകിക ബന്ധനങ്ങളെയും പരിപാലിക്കണം. ലൗകിക ബന്ധനം പറഞ്ഞാൽ സംബന്ധങ്ങളെയും നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റണം. അതും വളരെ യുക്തിയോടുകൂടി നടക്കണം, വളരെ യുക്തിപൂർവം നടക്കണം. വികാരി ദൃഷ്ടി ബിൽക്കുൽ നഹി ജാനി ചായി. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അല്പം പോലും ആരോടും വികാരി ദൃഷ്ടി ഉള്ളവരാകരുത്. വികാരി ദൃഷ്ടി ഉള്ളവരാകരുത്. അല്ലേ, വികാരി ദൃഷ്ടി എല്ലാം വരും അല്ലേ. ബാബു ഇന്നലെ പറഞ്ഞതുപോലെ ക്രോധം ഉണ്ടാകാം, കാമം ഉണ്ടാകാം, ലോഭം ഉണ്ടാകാം. ഏതിന് വശമായിട്ട് നമ്മൾ കാണുന്നതും കൂടി ഉണ്ടാകും വികാരി ദൃഷ്ടിയാകും. അതുകൊണ്ട് ബാബ പറഞ്ഞ വികാരി ദൃഷ്ടി അല്പം പോലും ഉണ്ടാകരുത്. കണക്കെടുപ്പിൻ്റെ സമയമാണ്, കണക്കെടുപ്പിൻ്റെ സമയമാണ്. ഇപ്പോൾ സമ്പൂർണ്ണ പാവനരാകണം, ഇപ്പോൾ സമ്പൂർണ്ണ പാവനരാകണം. അതായത് നമ്മൾ ചെയ്ത 63 ജന്മങ്ങളുടെ കണക്കുകളൊക്കെ തീർക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ബാപ്പണി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധ കൊടുത്താൽ എന്താകും, സമ്പൂർണ്ണ പാവനരാകും. 2, बाप से पूरा वर्षा लेने के लिए
अच्छी रीति पढ़ाई करनी है और पतित पावन बाप से योग लगाकर पावन बनना. ബാബയിലൂടെ പൂർണ്ണ സ്വത്ത് നേടുന്നതിന് വേണ്ടി, ബാബയിലൂടെ പൂർണ്ണമായി സ്വത്ത് നേടുന്നതിന് വേണ്ടി പഠിപ്പിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കണം. പഠിപ്പിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കണം. പതീത പാവനോട് ബുദ്ധിയോഗം വെച്ച് പാവനരാകണം. പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ പതീത പാവനായ ബാബയോട് ബുദ്ധിയോഗം വെച്ച് പാവനരാവുകയും വേണം. वरदान. अपनी संपूर्णता के आधार पर समय को समीप लाने वाले മാസ്റ്റർ രചയിതാ ഭവ്. തൻ്റെ സമ്പൂർണതയുടെ ആധാരത്തിൽ സമയത്തെ സമീപം കൊണ്ടുവരുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കും. തൻ്റെ സമ്പൂർണതയുടെ ആധാരത്തിൽ, സമയത്തെ സമീപം കൊണ്ടുവരുന്ന ഏതിൻ്റെ ആധാരത്തിലാണ്? തൻ്റെ സമ്പൂർണതയുടെ ആധാരത്തിൽ സമയത്തെ സമീപം കൊണ്ടുവരുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കൂ. ബാബ വിശദീകരിക്കുകയാണ്, സമയ ആപ്കി രചന, ആപ് മാസ്റ്റർ രചയിതാ ഹോ. സമയം താങ്കളുടെ രചനയാണ്, നമ്മൾ മാസ്റ്റർ രചയിതാവും. സമയം താങ്കളുടെ രചന, നമ്മൾ മാസ്റ്റർ രചയിതാവുമാണ്. രചയിതാവ് ഒരിക്കലും രചനയുടെ ആധാരത്തിലല്ല നടക്കുക. രചയിതാവ് ഒരിക്കലും തൻ്റെ രചന പറയുന്നതനുസരിച്ചല്ലല്ലോ, അതിൻ്റെ ആധാരത്തിലല്ല നടക്കുക. രചയിത രചനാക്കോ അധീൻ കർത്ത. രചയിതാവ് എപ്പോഴും തൻ്റെ രചനയെ തൻ്റെ അധീനത്തിൽ, പറഞ്ഞ തൻ്റെ കൺട്രോളിൽ വയ്ക്കും. इसलिए ये कभी नहीं सोचो कि समय आपे ही संपूर्ण बना देगा. അതുകൊണ്ട് ഇതൊരിക്കലും ചിന്തിക്കരുത് സമയം നിങ്ങളെ സമ്പൂർണ്ണമാക്കി മാറ്റും. അല്ലേ? സമയമാകുമ്പോൾ നോക്കാന്നല്ല നമ്മൾ പറയാം. അവ സമയം നിങ്ങളെ സമ്പൂർണ്ണമാക്കി മാറ്റുമെന്നൊരിക്കലും കരുതരുത്. ആപ്കോ സമ്പൂർണ്ണ ബൻ സമയക്കോ സമീപലാന. പകരം താങ്കൾ സമ്പൂർണരായി ആ സമയത്തെ സമീപം കൊണ്ടുവരണം. ആ വിനാശത്തിൻ്റെ സമയം നമുക്ക് ഉണ്ടാകണം, സമീപം കൊണ്ടുവരാൻ പറ്റണം. വൈസെ കോയി ബി വിഘ്ന ആതാ തോ സമയ പ്രമാൺ ചായേഗ. ഇതുപോലെ വിഘ്നങ്ങൾ വരുന്നു, സമയാനുസാരം അത് പോവുകയും ചെയ്യും. അതിൻ്റെ സമയമാകുമ്പോൾ അത് പോവുകയും ചെയ്യും. എന്നാൽ സമയത്തിന് മുമ്പ് പരിവർത്തന ശക്തിയിലൂടെ അതിനെ പരിവർത്തനപ്പെടുത്തുക. പ്രശ്നം വന്നാൽ പ്രശ്നം അതിൻ്റെ സമയമാകുമ്പോൾ അത് പോകും. ചിലപ്പോൾ അത് 1 മാസം എടുക്കും, 1 കൊല്ലം എടുക്കുകയായിരിക്കാം. പക്ഷെ ബാബ പറയാണ് അത് നിങ്ങളുടെ രചനയാണ്, പരീക്ഷണങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ബാബ പറയാണ് സമയത്തിന് മുമ്പ് പരിവർത്തന ശക്തിയിലൂടെ അതിനെ പരിവർത്തനപ്പെടുത്തുക. തോ ഉസ്കി പ്രാപ്തി, അപ്പോൾ അതിൻ്റെ നേട്ടം നിങ്ങൾക്കുണ്ടാകും, അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ എന്താക്കും, സമയമാകുമ്പോൾ നോക്കാം, സമയമാകുമ്പോൾ ചെയ്യാം, സമയമാകുമ്പോൾ ആയിത്തീരാം, അപ്പം മാർക്ക് മൊത്തം ആർക്ക് പോവും? സമയം എൻ്റെ മാസ്റ്റർ ആവില്ലേ? അതുകൊണ്ട് ബാബ പറഞ്ഞ മാർക്കും നേട്ടമൊക്കെ ഉണ്ടാകണമെങ്കിൽ സമയത്തിന് മുമ്പ് ഞാനത് ചെയ്യാം. സമയക്ക് ആദാപ പരിവർത്തൻ കിയാത്തോ ഉസ്കി പ്രാപ്തി ആപ്കോ നഹി ഹോഗി. സമയത്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകിയതെങ്കിൽ അതിൻ്റെ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്ക് കിട്ടുകയില്ല. സമയത്തിൻ്റെ ആധാരത്തിലാണ് എന്നിൽ മാറ്റം വരുത്തിയതെങ്കിൽ അതിൻ്റെ പ്രാപ്തി അഥവാ അതിൻ്റെ ഫലം ഒരിക്കലും
താങ്കളുടെ ലിസ്റ്റിൽ വരില്ല. स्लोगन. कर्म और योग का बैलेंस रखने वाले ही सच्चे कर्मयोगी हैं. കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് വയ്ക്കുന്നവർ തന്നെയാണ് സത്യമായ കർമ്മയോഗി. കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് വയ്ക്കുന്നവർ തന്നെയാണ് സത്യമായ കർമ്മയോഗി. രണ്ടിൻ്റെയും സമാനത ഉണ്ടാകും. ജ്ഞാനവും യോഗവും വേണം, അതേസമയത്ത് കർമ്മവും വേണം. രണ്ടും ഒരുമിച്ച് നടക്കണം. ഇന്നത്തെ അവ്യക്ത ഇഷാരഭാവ പറയുകയാണ്, ജബ് തക് കർമ്മേന്ദ്രിയോं का आधार है तो कर्म तो करना ही है. അല്ലേ? കർമ്മേന്ദ്രിയങ്ങൾ ഉള്ളത് വരെ കർമ്മം ചെയ്യുക തന്നെ ചെയ്യണം. കർമ്മേന്ദ്രിയങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ കർമ്മേന്ദ്രിയം ഉള്ളത് വരെ കർമ്മം ചെയ്യുക തന്നെ വേണം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരിക്കലും കർമ്മബന്ധനമാക്കരുത്. പകരം അതിനെ കർമ്മസംബന്ധമാക്കി മാറ്റണം. മുക്തി ജീവൻ മുക്ത അവസ്ഥ അർത്ഥാത് ബാപ്പുടെ മുക്തി ജീവൻ മുക്ത അവസ്ഥ അർത്ഥമാണ് സഫലതാ ഭി ജ്യാദ ഔർ കർമ്മ കാ ബോജ് ഭി നഹി. ജീവൻ മുക്ത അവസ്ഥ പറഞ്ഞ സുഖമാണ്. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന സഫലത കൂടുകയും വേണം, എന്നാൽ കർമ്മത്തിൻ്റെ ഭാരവും ഉണ്ടാകരുത്. ഈസി ആയിട്ട് നടക്കണം. ജോ മുക്ത് ഹേ വോ സദാഹി സഫലതാ മൂർത്ത്. ആരാണ് അത്തരത്തിലുള്ള ബന്ധനത്തിൽ നിന്ന് മുക്തമായിരിക്കുന്നത്, അവർ തന്നെ സദാ സഫലതാ മൂർത്തായിരിക്കും. ജീവൻ മുക്ത ആത്മ സദാ ഫലക് സെ കഹേഗി കി വിജയ് നിശ്ചിത്. അപ്പോൾ ബാപ്പണ ജീവൻ മുക്ത ജീവിതത്തിൽ ഇരിക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യേ അതിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്ത അവസ്ഥയിലിരിക്കുന്ന ഒരു ആത്മാവ് സദാ അഭിമാനപൂർവം പറയും, എനിക്ക് വിജയം നിശ്ചിതമാണ്. അവർക്ക് ഉറപ്പുണ്ടാവും അതിൻ്റെ ഉള്ളിൽ വിജയം നിശ്ചിതമാണ്, സഫലത എൻ്റെ ജന്മ അവകാശമാണ്, വിജയം നമ്മുടെ ജന്മാവസ്ഥ. അതുകൊണ്ട് ബാബ പറഞ്ഞ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ കർമ്മബന്ധനത്തിൽ പെടാതിരിക്കാം എന്ന് ശ്രദ്ധിക്കും. അപ്പം കർമ്മത്തെ ഇല്ലാതാക്കാൻ അത് പറ്റില്ലല്ലോ, ദേഹത്തിലാണ്. അതുകൊണ്ട് ഈ ദേഹം ഉള്ളത് വരെ എന്താകണം? കർമ്മം ചെയ്യണം. പക്ഷെ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ വരാതിരിക്കുക. നമ്മൾ പറയില്ല ഇത് ചെയ്യണം അത് ചെയ്യണം എന്തോ ബന്ധം, അത് നമ്മളുടെ ഫുള്ള് ഭാരം വരുന്നുണ്ട്, തല മുതൽ താഴെ വരെ ഭാരം. അപ്പം അതുകൊണ്ട് ബാബ അതിനെങ്ങനെ യുക്തിപൂർവ്വം നമുക്കതിനെ, അത് ബാബ ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾക്ക് ആ സേവനം ഭാരമുള്ളതായി തോന്നുന്നു, നിങ്ങൾക്ക് ആ സേവനം മനസ്സുകൊണ്ട് തൃപ്തല്ല തോന്നുന്നു, ബാബണോ അപ്പം തന്നെ വിഡ്രോ ചെയ്യുക. അല്ലാണ്ട് ബാബ പറഞ്ഞ ചെയ്യണല്ലോ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതും ബാബയുടെ ബന്ധനമായിട്ട് ഫീലാകുമ്പോൾ നമുക്കതിൻ്റെ പ്രാപ്തിയും കുറയും, നമുക്കതിൽ കിട്ടുന്ന സമാധാനമാകട്ടെ സുഖത്തിൻ്റെ അനുഭൂതിയും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ബാബ ഇന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞ കാര്യം എന്താ? ബാബ വെള്ള വസ്ത്രത്തെക്കുറിച്ച് അല്ലേ, നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് ബാബ നമുക്കിന്ന് ഓർമ്മപ്പെടുത്തി. നമ്മൾ ജീവിച്ചിരിക്കെ മരിച്ചവരാണ്. നമ്മൾ ജീവിക്കുന്നത് ആർക്കൊപ്പമാണ്? ബാബയ്ക്കൊപ്പമാണ്. നമ്മുടെ ജീവിതം എവിടെയാണ്? സംഗമയുഗത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബാബ പറയണ മരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ ആ ഒരു സന്തോഷത്തിൽ വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് ഭാരം ഒരിക്കലും തോന്നരുത്. വെള്ള വസ്ത്രത്തിൻ്റെ പ്രതീകം തന്നെ എന്താണ്? മരിച്ചു എന്നതാണ്. പിന്നെ ബാബ ഇന്ന് പറഞ്ഞു, അത്തരത്തിലുള്ള മക്കളുടെ ഉള്ളിൽ ഒരിക്കലും അയ്യോ അയ്യോ എന്നുള്ളത് വരരുത്. ഹേ ബാബ, ഹേ ഈശ്വർ. ഇന്നലെ ആരും അങ്ങനെ വിളിച്ചോന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇന്ന് ബാബ പറഞ്ഞത്. അപ്പോൾ ബാപ്പയുടെ ഭക്തിമാർഗമല്ല ഇത്. ഇതെന്താണ്? ജ്ഞാനമാർഗമാണ്. ഭക്തിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അന്ധമായി നമ്മൾ ഓരോ കാര്യം ചെയ്തു വന്നു. പക്ഷെ ബാബ ഇപ്പോൾ നേരിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ, ഇന്ന് ബാബ എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക്, അച്ഛനായ ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഓം ശാന്തി. ഇത് നമ്മുടെ ഡി അഡിക്ഷൻ്റെ ഉദ്ഘാടനവുമാണ്. അതേസമയത്ത് തലശ്ശേരിയിൽ അവരുടെ സേവനത്തിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അവിടെ ക്ഷണമുണ്ട്, അതുപോലെ തന്നെ ശാന്തിയാത്രയുണ്ട്. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്, എല്ലാവരും ഉണ്ടായിരിക്കണം.
महत्तत्त्वं नित्यतत्त्वं बृहत्तत्त्वं പരമോന്നതതത്വം പഞ്ചതത്വങ്ങൾക്ക് ഉപരിയാകും തത്വം പരത്തിലും പരമമാം ശിവനിരിക്കും തത്വം ബ്രഹ്മമഹത്തത്വം നിത്യതത്വം ബൃഹത്തത്വം പരമോന്നതതത്വം പഞ്ചതത്വങ്ങൾക്ക് ഉപരിയാകും തത്വം പരത്തിലും പരമമാം ശിവനിരിക്കും തത്വം ബ്രഹ്മമഹത്തത്വം നിത്യതത്വം. वसुधा के इस आंचल में स्वर्गिक भारत भूतल में संगम के पावन पल में अवतरण अलौकिक न्यारा शिव स्वागत आज तुम्हारा वसुधा के इस आंचल में। ज्योतिर्बिंदु रूप सुहाना आनंद प्रेम का बाना ज्योतिर्बिंदु रूप सुहाना आनंद प्रेम का बाना श्रेष्ठ कर्म भाग्य पलटाना परिचय यह प्यारा प्यारा शिव स्वागत आज तुम्हारा शिव स्वागत आज तुम्हारा वसुधा के इस आंचल में स्वर्गिक भारत भूतल में संगम के पावन पल में अवतरण अलौकिक न्यारा शिव स्वागत आज तुम्हारा वसुधा के इस आंचल में। रहवासी है मूल वतन के दाता गति सदगति के रहवासी है मूल वतन के दाता गति सदगति के पतितों को पावन बनाना कर्म अलौकिक न्यारा शिव स्वागत आज तुम्हारा शिव स्वागत आज तुम्हारा वसुधा के इस आंचल में स्वर्गिक भारत भूतल में संगम के पावन पल में अवतरण अलौकिक न्यारा शिव स्वागत आज तुम्हारा वसुधा के इस आंचल में। सुख धाम और सतो गुण वाली सृष्टि हुई जब काली सुख धाम और सतो गुण वाली सृष्टि हुई जब काली
तामस और विकार प्रणाली बदलेगी शंकर द्वारा। शिव स्वागत आज तुम्हारा, शिव स्वागत आज तुम्हारा। वसुधा के इस आंचल में, स्वर्गिक भारत भूतल में, संगम के पावन पल में अवतरण अलौकिक न्यारा। शिव स्वागत आज तुम्हारा, वसुधा के इस आंचल में। की वाणी फिर भी कितनी कल्याणी, गूंजी विनाश की वाणी फिर भी कितनी कल्याणी। सुख शांति मय वरदानी, अभिनव रचना का नारा। शिव गीता ज्ञान तुम्हारा, शिव स्वागत आज तुम्हारा। वसुधा के इस आंचल में, स्वर्गिक भारत भूतल में, संगम के पावन पल में अवतरण अलौकिक न्यारा। शिव स्वागत आज तुम्हारा, शिव स्वागत आज तुम्हारा, शिव स्वागत आज तुम्हारा, शिव स्वागत आज तुम्हारा। तुम्हारा प्यार ओ बाबा, ओ बाबा। तुम्हारा प्यार ओ बाबा सुखों का सार देता है। तुम्हारा प्यार ओ बाबा सुखों का सार देता है। तुम्हारी याद में खुशियों का सब संसार मिलता है।